ഭയങ്കര നടക്കുകയാണ്. കാരണം ഈ പൊതുവേദികളിലെ മന്ത്രിമാര് പോലും സെക്കൻഡ് ഇപ്പൊ ആരും വേദികൾ കയറി കൈ കൊടുക്കാറില്ല പേടിച്ചിട്ട്. അപ്പൊ അത് ഇതിപ്പോ ഒഫീഷ്യലായിട്ട് നിർത്താനുള്ള എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരു സാമൂഹിക വിപത്തായി മാറിയിരിക്കുകയാണെന്ന് അന്ത്യൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ നിർത്തിയാലും ചിലപ്പോൾ അന്ത്യം ഉണ്ടാവുള്ളൂ. അല്ലാതെ പണ്ടൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ആരും കാണുന്നില്ല. നിങ്ങളിത് ഷൂട്ട് ചെയ്ത് പുറത്തുള്ളൂ. അത് പൊക്കാൻ പോകുന്നില്ല. അത് തീരൂല. അല്ലെങ്കിൽ നമുക്ക് വല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കാം. അതായത് നമുക്ക് അതിനെ കുറിച്ച് എന്താണ് ഇപ്പൊ ചെയ്യാൻ പറ്റുക? ബില്ല് പാസ്സാക്കിയാലോ? ആ, അതാണ് അതിന്റെ ഒരു അത് ആരെ ഉപദ്രവിക്കുന്നില്ല. ആർക്കും ഒരു ഉപദ്രവം ഇല്ല. ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ആരാണെന്നൊന്നുമില്ല. എല്ലാവരും അതിന്റെ ഭാഗമാവുന്നു. എല്ലാവരും അതിനകത്ത് എൻജോയ്മെന്റ് കണ്ടെത്തുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. അത്രയും അല്ല, അങ്ങനെ ഇപ്പൊ ഇതുപോലെ ക്യാമറ ആയിട്ട് ഇങ്ങനെ ഇവിടെ ക്യാമറ നെഞ്ചിട്ട് വെച്ചിട്ട് കൈ നീട്ടിട്ട് വരും. ചേട്ടാ ഷെയ്ക്കാൻ വരിക. ഇപ്പൊ തന്നെ എടാ എന്ത് വിശ്വസിച്ചാൽ തരുമ്പോ നീ വലിച്ച അങ്ങനെയൊക്കെ. പക്ഷെ ഓക്കെയാണ്. കഴിഞ്ഞ ദിവസവും കൂടെ ഒച്ചേ ഉള്ളൂ. അത് ആ സിനിമയായിട്ട് വരുമ്പോ പറയാം. പക്ഷെ നല്ല സിനിമയായിരിക്കും തോന്നുന്നു. കോമഡി സിനിമയാണ്. അത് വേറെ രീതിയിലുള്ളൊരു സിനിമയാണ്. പെൺമാൻ പോലത്തെ ഒരു സിനിമയേ അല്ല. അതിന്റെ കളറൊക്കെ വേറെയാണ്. അത് വേറെ രീതിയിൽ എന്റർടൈൻ ചെയ്യുന്നു തന്നെയാണ് തോന്നുന്നത്. പൊന്മാനില് അജേഷിന്റെ കഥാപാത്രം പറയുന്നുണ്ട്, ആഘോഷങ്ങൾ അജേഷിന്റെ വീക്ക്നെസ് ആണെന്ന്. ഇപ്പൊ എല്ലാ കള്ളുകുടി സഭ നോക്കിയാലും അജേഷിനെ പോലെ ഒരു കഥാപാത്രം കാണും. കാരണം ഫസ്റ്റ് റൗണ്ട് തന്നെ രണ്ടുപേർക്ക് കട്ടൊക്കെ വെച്ചിട്ട് അടിച്ചോടയിലാണെന്ന് കിടക്കുന്നത്. ഇപ്പൊ റിയൽ ലൈഫിൽ ഇങ്ങനെ ആരെങ്കിലും കണ്ട് ഇൻസ്പയർ ആയിട്ടാണോ ഈ കഥാപാത്രം ചെയ്യുന്നത്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അല്ല, അങ്ങനെയുള്ളവരുണ്ടല്ലോ, നമുക്കറിയാലോ ഇഷ്ടംപോലെ ആൾക്കാർ. ഇത് ആ സ്ക്രിപ്റ്റിലെ ബുക്കിലെ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ റിയൽ ലൈഫിൽ ഇൻസ്പയർ ചെയ്തിട്ടല്ല. ആ ബുക്കിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അജേഷിന് രണ്ടെണ്ണം അടിച്ചിട്ടേ സംസാരിക്കാൻ തന്നെ തുടങ്ങുള്ളൂ. അജേഷ് അങ്ങനെയാണ്. അജേഷ് ആഘോഷം വേറൊരു തരത്തിലൊക്കെ. അജേഷിന്റെ പോയിന്റ് ഓഫ് വ്യൂ രണ്ടെണ്ണമൊക്കെ അടിച്ച് നർമാദിക്കുക എന്ന് പറയുന്നതാണ് അജേഷിന്റെ ലൈഫിലെ ഒരു ആഘോഷം എന്ന് പറയുന്നത്. അതേസമയം ജോലിയുടെ സമയത്ത് കൃത്യമായിട്ട് ജോലി ചെയ്യുക എന്ന് പറയുന്നതും അയാളുടേതായിട്ടുള്ള ഐഡിയോളജീസ് ഉണ്ട്. അപ്പൊ അജേഷിന്റെ പോയിന്റ് ഓഫ് വ്യൂ രണ്ടെണ്ണം അടിക്കുക എന്ന് പറയുന്നത് അജേഷിന് ഒരു ആവേശമാണ്, ആഘോഷമാണ്. അത് ബുക്കിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള ക്യാരക്ടറിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്.